വേണ്ടു സാർ, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് അഖിൽ മാരാർ. ഒരു പക്ഷേ താങ്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും, പിണറായി സർക്കാരിൻ്റെ ഓരോ നടപടികൾക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നെഞ്ചുവിരിച്ച് ചോദ്യം ചെയ്ത ഒരാൾ കൂടിയാണ്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഖിൽ മാരാറിന് സംഘിപ്പട്ടമുണ്ടായിരുന്നു. അതായത് പിണറായി സത്തിനെ എതിർക്കുന്ന അഖിൽ മാരാറിനെ സംഘികളാക്കിയിരുന്നു സൈബർ പോരാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിനും അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആ ഒരു പ്രശ്നം, ഇതൊക്കെ നടന്നതിന് ശേഷം മോദി സർക്കാരിനെതിരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് ശരിയായില്ല, മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പാളിച്ചകളുണ്ട്, അങ്ങനെ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അത് പിന്നീട് കൊട്ടാരക്കരയിലെ ഒരു BJP നേതാവ് അഖിൽ മാരാർക്കെതിരെ പരാതി കൊടുത്തു. രാജ്യദ്രോഹ കുറ്റം അടക്കം രേഖപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്. അഖിൽ മാരാർ വീണ്ടും ചർച്ചകളിൽ നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ അഖിൽ മാരാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിന്നിട്ട് പിന്നീട് കോൺഗ്രസിലേക്ക് ഒരു ചായ്വ് അറിയിച്ചു. ഇപ്പോൾ ഇനി അറിയാൻ പോകുന്നത് കൊട്ടാരക്കര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും അന്തരീക്ഷത്തിലുണ്ട്. അഖിൽ മാരാറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയായിരുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് ആ ചെറുപ്പക്കാരനെ മുമ്പേ ഇഷ്ടമായിരുന്നു. കാരണം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ആവേശം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അനീതികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യൽ, ഇതൊക്കെ കൊണ്ട് നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സുബ്രഹ്മണ്യം സ്വാമി ഈയിടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പാകിസ്ഥാനിൽ തീവ്രവാദികളുണ്ട് പക്ഷേ രാജ്യദ്രോഹികളില്ല, പക്ഷേ ഇന്ത്യയിൽ തീവ്രവാദികളില്ല രാജ്യദ്രോഹികളുണ്ടെന്ന്. എനിക്ക് തിരിച്ചാണ് തോന്നുന്നത്. ഇന്ത്യയിൽ കുറച്ച് തീവ്രവാദികളുമുണ്ട്, കുറേ കൂടുതൽ രാജ്യദ്രോഹികളുമുണ്ട്. കാരണം രാജ്യദ്രോഹം എന്ന് പറയുന്നത് നമ്മൾ ആ ബുക്കിലുള്ള ഡെഫിനിഷനേക്കാൾ അപ്പുറം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. നമ്മളൊരു ചെറിയ പരാമർശം നടത്തുന്നത് പോലും രാജ്യത്തിന് വളരെ ദോഷമാകും. കാരണം അത് പാകിസ്ഥാന് ആയുധമായിട്ട് അവരുപയോഗിക്കും. കാരണം കേരളത്തിലെ KPCCയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം പലപ്പോഴായിട്ട് കോൺഗ്രസിലെ വിവിധ നേതാക്കൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പാകിസ്ഥാൻ അത് അവർക്ക് അനുകൂലമായ ചില നടപടികൾ ഇന്ത്യക്കകത്ത് നടക്കുന്നു, അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി കറക്റ്റാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ വേറൊരു രാജ്യത്തിന് ചൂണ്ടുവലകയാക്കി നമ്മളെ കുത്താനായിട്ടുള്ള വടിയാക്കി കൊടുക്കുമ്പോൾ അത് രാജ്യദ്രോഹമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് ആ ഒരു അർത്ഥത്തിൽ ഈ അഖിൽ മാരാറല്ല, ഇനി അത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ തന്നെയാണെങ്കിൽ പോലും, പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ സന്ദർഭം കഴിഞ്ഞിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നമ്മളിപ്പോഴും ടെൻഷനിലാണ്, നമ്മളിപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ആ സമയത്ത് അല്പം ആത്മസംയമനം നമ്മുടെ രാജ്യത്തെ മുഴുവൻ പേരും പാലിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം, നേരത്തെ പറഞ്ഞത് തന്നെ, ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണോ ഇതിന് പിന്നിലെന്ന് ചോദ്യമുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം പറയേണ്ടത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിനെതിരെയല്ല, ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തികളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു എന്താ പറയുക, ഇതിനകത്ത് ഒരു രാജ്യവിരുദ്ധത അല്ലെങ്കിൽ രാജ്യദ്രോഹമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ട ഒരു വലിയൊരു കാര്യമുണ്ടോ ഇതിനകത്ത്? അതിനകത്ത് രണ്ട് വിധത്തിലാണ് അതിനെ വീക്ഷിക്കേണ്ടത്. ഇപ്പോൾ അഖിൽ മാരാർ ഉദ്ദേശിച്ചത് ചിലപ്പം അയാളുടെ സംഘിപ്പട്ടം മാറ്റി പ്യുവർ കോൺഗ്രസ്സുകാരനാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ AICCയും ജയറാം രമേഷും ഒക്കെ എടുത്തിരിക്കുന്ന പോലെ മോദി മൗനം പാലിക്കുന്നു, മോദി പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബഹളം വയ്ക്കുന്ന ശൈലി ഞാനും എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സംഘിപ്പട്ടം മാറിക്കിട്ടുകയും പ്യുവർ കോൺഗ്രസ് ആകുകയും അങ്ങനെ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ചിലപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാകുമെന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യം അവിടെയല്ല കിടക്കുന്നത്. സത്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടത്. പഹൽഗാം തന്നെ നമുക്ക് താങ്ങാനൊക്കാത്തൊരു പ്രതിസന്ധിയായിരുന്നു. ആ സാഹചര്യത്തിൽ നമ്മളാകെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. നമുക്ക് തിരിച്ചടിക്കാൻ എന്ത് ചെയ്യണം? പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ റഡാറുകൾ വിന്യസിച്ച് വ്യോമവേധമുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഒരു വിമാനം പോലും അപ്പുറത്ത് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള നെറ്റ്വർക്ക് അവരുണ്ടാക്കിയതാണ്. ആ നെറ്റ്വർക്കിനെ ആദ്യം പൊളിച്ചിട്ടാണ് നമ്മൾ അവിടെ അറ്റാക്ക് നടത്തിയത്, അല്ലേ? അവരുടെ എന്തൊക്കെ എയർ അറ്റാക്കിനുള്ള പരിരക്ഷകളുണ്ടായിരുന്നു അതിനെ മുഴുവനാണ് ആദ്യം നമ്മൾ തകർത്തത്.
നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട്. നമ്മൾ പറയുന്നത് എക്സ്കലേഷൻ അല്ല, നമ്മളിത് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ നിഷ്കളങ്കരായ 26 പേരെ വധിച്ചതിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആരെയാണ്? അതിർത്തിയിൽ കാവൽ നിന്ന ഓരോ ഭടനെയും ആലോചിക്കണം, അവരുടെ ജീവിതം ആലോചിക്കണം. ഈ യുദ്ധം നീണ്ടുപോയിരുന്നാൽ അതിലത്തെ അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. 26 പേരോടൊപ്പം എത്ര ആത്മാക്കൾ പൊലിഞ്ഞു പോയതിന്. ഇപ്പം തന്നെ കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ, വീരജവാന്മാരടക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ആന്ധ്രയിലെ ആ യുവാവെന്ന് പറഞ്ഞാൽ 25 വയസ്സേ ഉള്ളൂ. അയാളുടെ ഭാവി എന്തെല്ലാം ഉള്ളതാണ്, അല്ല വീടിൻ്റെ ഭാവി എന്താണ്. തലേ ദിവസം പോലും അച്ഛനെ അമ്മയും വരെ വിളിച്ചു, മക്കളെ പിന്നെ നീ ആഹാരം കഴിച്ചോ എന്ന് അവർ ചോദിച്ചു. അമ്മയും അച്ഛനും ആഹാരം കഴിച്ചോ എന്ന് തിരിച്ചു ചോദിച്ചു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ച ഫോൺ പിന്നെ വിളിച്ചില്ല. ഇത് നമുക്ക് വരുമ്പോഴേ ഇതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ ജവാന്മാർ അവിടെ പോയി നമുക്ക് വേണ്ടി പടപൊരുതുമ്പം നമ്മളിവിടെ കൊഞ്ഞനം കുത്തുകയും ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് അഖിൽ മാരാർ മാത്രമല്ല, ഞാൻ പറഞ്ഞ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ടതാണ്. ഇത് ഈ രാജ്യത്തിന് ഭൂഷണമാണോ? ഈ രാജ്യത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നത് ലോകത്തെ ഒരു വലിയ മാജിക് പോലെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ പറയും ആർമി അല്ലേ ഇത് ചെയ്തത്, നേവി അല്ലേ ഇത് ചെയ്തത്, എയർഫോഴ്സ് അല്ലേ ചെയ്തത്, ഇങ്ങേർക്ക് ഇതിൽ എന്ത് കാര്യമെന്ന്. പക്ഷേ ഇവിടെ ഈ എയർഫോഴ്സും നേവിയും ഒക്കെ പണ്ടും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളെ അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല? ഈ ഏറ്റവും വലിയ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ബോംബെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കണ്ണായ നഗരം അല്ലേ, ബിസിനസ് സെൻറ്റർ, ഇന്ത്യയുടെ കവാടം. അവിടെ 2 ദിവസത്തോളം നീണ്ടു നിന്ന അറ്റാക്ക് നമ്മുടെ സമുദ്രാതിർത്തി കടന്നു വന്ന് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കുറേ തീവ്രവാദികൾ നമ്മുടെ 166 പേരെയല്ലേ കൊന്നത്. അത് കുറേ വിദേശികളും ഉണ്ടായിരുന്നു. എത്ര പോലീസ് ഓഫീസർമാർ മരിച്ചു. ഇതിൽ പരം വലിയൊരു അറ്റാക്ക് നടന്നിട്ടുണ്ടോ? ആ അറ്റാക്കിൻ്റെ പ്രതികളെ ഇന്നും പിടിച്ചിട്ടുണ്ടോ? പഹൽഗാമിൻ്റെ ആളെ ഇപ്പോൾ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ KC വേണുഗോപാൽ പറയുന്നത്. പഹൽഗാമിൽ വെടിവെച്ചവരെവിടെ? അവരെ പിടിച്ചോ? പിന്നെ എന്ത് വിജയം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2009 മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഇവിടെ പിന്നെ ബോംബെ നഗരം കത്തിയപ്പോൾ അവരെ ആരെങ്കിലും പിടിച്ചോ? ഇപ്പോൾ അവരെ USA കോടതിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തഹാവൂർ റാണയെ നമ്മുടെ തിഹാർ ജയിലിലിട്ട് ചോദ്യം ചെയ്യുന്ന ആരാ? അത് നരേന്ദ്രമോദിയല്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ടാ? ആ മൻമോഹൻ സിംഗ് സർക്കാരിന് അതിന് 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കൂടെ ഭരണം കൊടുത്തതാണ്. 2014 വരെ അദ്ദേഹം ഭരിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ ഇതൊക്കെ എളുപ്പമാണ്. പിടിച്ചോണ്ട് വാ അവനെ, പിടിച്ച് കെട്ടിക്കോ. എങ്ങനെ പിടിച്ച് കെട്ടും? അവരുടെ സംവിധാനം അത്ര വലുതാണ്. ഞാൻ പറഞ്ഞത് സുരക്ഷാ വീഴ്ച എന്ന് നമുക്ക് ആർക്കും പറയാം. സുരക്ഷാ വീഴ്ച എനിക്ക് സുരക്ഷ തരാൻ ഈ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒരുത്തം വന്ന് എൻ്റെ പുറകെ ഒന്ന് എന്നെ ആക്രമിച്ചാൽ എനിക്ക് ഉടനെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റുമോ? ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എനിക്ക് ഈ നാട്ടിൽ നടക്കുന്നതിനേക്കാൾ സുരക്ഷ എനിക്ക് UAE പോയി നടന്നാലുണ്ട്. രാത്രി 12 മണിക്ക് വേണേലും എനിക്ക് 2 ലക്ഷം ദർഹം ഇങ്ങനെ തല വെച്ചുകൊണ്ട് പോയാലും എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഒരുത്തം വന്ന് കുത്തില്ല, വെട്ടില്ല, ആ പൈസ അടിച്ചുകൊണ്ട് പോകില്ല. പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു 500-ൻ്റെ നോട്ട് ഇങ്ങനെ കൊണ്ട് ചിലപ്പോൾ ഇറങ്ങാൻ പേടിയാണ്. കാണിച്ചുകൊണ്ട് പോക്കറ്റിൽ കാണിച്ചുകൊണ്ട് പോലും ഇറങ്ങാൻ പേടിയാണ്. അപ്പോൾ എൻ്റെ സുരക്ഷ പോലും സുരക്ഷിതമല്ലാത്ത ഈ രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതിനാണ് നമ്മുടെ പോലീസിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒക്കെയല്ലേ നമ്മുടെ ഖജനാവിൽ ഏറ്റവും കൂടുതൽ പണം പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു ആശാരി പണി ചെയ്യുന്ന ഒരാൾ അയാൾ കഴിഞ്ഞിട്ട് 1000 ചില്ലുവാൻ രൂപയും കൊണ്ട് വെളിയിലിറങ്ങിയതാണ്. 3 പേര് വന്ന് പിന്നെ വടിയും കൊണ്ട് വന്ന് കത്തിയും കൊണ്ട് വന്ന് അയാളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. അയാൾ ആദ്യം പ്രതിഷേധിച്ച് നോക്കി, പിടിച്ചോണ്ട് പോയി. അപ്പോൾ അവിടെ സുരക്ഷയില്ലേ? സുരക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായ സുരക്ഷയാണ്. അങ്ങനെ ഒരു സാധനം ഇന്ത്യയിൽ ഇന്നുണ്ടോ? കേരളത്തിലുണ്ടോ? മറ്റെവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ സംവിധാനങ്ങൾക്കുള്ള അപാകതകളുണ്ട്. ആ ലൂപ്പ് ഹോളുകളൊന്നും അടയ്ക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഇത് പണ്ടേ നടന്നു വരുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ മാറ്റാനായിട്ട് ഏതെങ്കിലും ഒരു മരണകർത്താവ് ശ്രമിച്ചാൽ അയാളുടെ തലയിൽ തീകോരി ഇടുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന ജയ് ഹിന്ദ് സഭ എന്ന് പറഞ്ഞൊരു സമരം നടത്തുന്നു. അവർ പറയുന്നത് ഞങ്ങൾ പട്ടാളത്തിനെ അനുകൂലിക്കുന്നു, പക്ഷേ സർക്കാരിനെ അനുകൂലിക്കുന്നില്ല.
മോദിയോട് ഞങ്ങൾക്ക് അനുകൂലമില്ല, പക്ഷേ അവിടെ പോയ പട്ടാളക്കാരനോട് രാവും പകലും പട്ടാളക്കാരനോടൊപ്പം ഇരുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഇരുന്നിട്ടില്ല. രാത്രി 12 മണിക്ക് നമ്മുടെ പിന്നെ തലയ്ക്ക് മീതെ, രാത്രി 8:30 നമ്മുടെ ആൾക്കാരുടെ തലയ്ക്ക് മീതെ ഡ്രോണുകൾ വന്നപ്പോൾ ആ ഡ്രോണുകളെ അടിച്ച് തകർത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് പട്ടാളക്കാരോടൊപ്പം ഇരുന്ന്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോടൊപ്പം ഇരുന്ന്, ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരോടൊപ്പം ഇരുന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണ് സംസാരിച്ചത്. അവസാന തീരുമാനം ഇവരും എല്ലാവരും കൂടെ ചേർന്നാണ് എടുത്തത്. അപ്പോൾ ആ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ അവരുടെ വ്യോമവേഗം മുഴുവൻ വെട്ടി തകർത്ത്, റൺവേ മുഴുവൻ കുളമാക്കി, ഒരു ഡ്രോൺ പോലും ഇങ്ങോട്ട് വിടാൻ പറ്റാത്ത വിധത്തിലാക്കി ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയും വേണം. ഇതെല്ലാം രാവിലെയും വൈകിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ അതിന് സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയും, പറഞ്ഞില്ലെങ്കിൽ ചോദിക്കണം. അത് ജനാധിപത്യപരമാണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീകോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും തുർക്കി പ്രസിഡന്റ് എർദോവൻ പറഞ്ഞത് എന്തെന്നറിയാമോ? വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ സമരം നിർത്താൻ പോകണില്ലെന്നാണ്. ആരാ പറയുന്നത്? പാകിസ്ഥാനല്ല പറയുന്നത്, തുർക്കി എന്ന് പറയുന്ന രാജ്യം പറയുക. അയാൾക്കെന്ത് കാര്യം? അപ്പോൾ ഇതിൽ നടക്കുന്നത് എന്താണ്? ഇതൊന്നാം തരം ജിഹാദി വാറാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം എന്താണ്? പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഏതാണ്ട് അത്രയും തന്നെ മുസ്ലിങ്ങളുള്ളൊരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തെ പിച്ചി ചീന്താനായിട്ടുള്ള ഒരു ആയുധം ഇട്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ അതേ ആയുധം. എന്തുകൊണ്ട് ടർക്കി അവരെ സപ്പോർട്ട് ചെയ്തു? ടർക്കിക്ക് നമ്മളോട് ഒരു വിരോധമില്ല. ടർക്കിയെ നമ്മൾ സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. ടർക്കിയിൽ നമ്മുടെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ പോയിരുന്ന രാജ്യമാണ്. അവിടെ അവരെന്തിനാണ് നമുക്കെതിരെ വരുന്നത്? അവർ വരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? മതത്തിൻ്റെ പേരിൽ, അല്ലേ? അപ്പോൾ അസർബൈജാൻ പോലും അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവരുടെ ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനോട് യാതൊരു ബന്ധവുമില്ല. കാരണം ഞങ്ങൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ ആളെ സ്വീകരിക്കുന്ന ആളാണ്. ഇവിടെ ഒരു ഏകാധിപത്യ ഭരണം പോലത്തെയാണ് നടക്കുന്നത്. അയാളതിന് പിന്തുണ കൊടുത്തതിൽ ഞങ്ങൾക്ക് എതിർപ്പാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ടർക്കിയാണ് ഏറ്റവും ശക്തമായിട്ട് ചിന്തിക്കുന്നത്. അതേസമയം അറബ് രാഷ്ട്രങ്ങൾ നമ്മളോട് കാണിച്ച നിലപാടെന്താണ്? ഇറാൻ കാണിച്ചത് എന്താണ്? അതൊക്കെ അനുകൂലമായ നിലപാടുകളല്ലേ? അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഡിപ്ലോമാറ്റിക് വാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ജയശങ്കർ എന്ന വിദേശകാര്യമന്ത്രി. അപ്പോൾ അങ്ങനെ വിദേശ രാജ്യങ്ങളുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുമായിട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയെയും നമ്മുടെ വിദേശകാര്യമന്ത്രിയും താങ്കൾ അതിന് പോയി ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം വാ ഇവിടെ വാ, പ്രതിപക്ഷത്തിനോട് ഇപ്പം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് നമ്മൾ പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് ശശി തരൂർ എടുത്ത നിലപാടാണ് കറക്റ്റായിട്ടുള്ള പ്രതിപക്ഷ നിലപാട്. ഈ നിമിഷം ചെയ്യേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാം. നമ്മുടെ റാഫേൽ വിമാനം തകർന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ അതിന് സമയമുണ്ട്. ഇപ്പോഴല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ എല്ലാം തകർത്തു. അപ്പോൾ അതിന് നമ്മളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു സാധനം അപ്പോൾ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഇതാ ഇപ്പോൾ കിട്ടി. പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടെ ഞെക്കിയപ്പം നരേന്ദ്രമോദി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ഒരു വിമാനം കൂടെ തകർന്നിട്ടുണ്ട്. ഇത് അവർക്ക് ഗണ്ണം കൂട്ടിക്കൊടുക്കാനാണ് നമ്മുടെ പ്രതിപക്ഷം ഇവിടെ ജയ് ഹിന്ദ് സഭ നടത്തുന്നത്. അതാണോ? ജയറാം രമേഷിനെ പോലൊരാളെ ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വളരെ പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയും ആയ ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇവിടെ കേരളം സന്ദർശിച്ച സമയത്തിൽ അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ വരെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സും വാക്കുമൊക്കെ എനിക്ക് വലിയ വലിപ്പമുള്ളതായിട്ടാണ് തോന്നിയത്. അപ്പോൾ അവരെ പോലുള്ളവർ പോലും ഇങ്ങനെ ചെയ്യുന്നു. KC വേണുഗോപാൽ പറയുന്നു, ഇപ്പോൾ ഉത്തരം പറയണം, പഹൽഗാമിൻ്റെ പ്രതികളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണം. ഇന്നിപ്പോൾ 3-4 വെടിവെടിച്ചിട്ടിട്ടുണ്ട്. അവർ ജീവനോടെ പിടിക്കാനാണ് ശ്രമിച്ചത്. കാരണം രോഗത്തിൻ്റെ മുമ്പിൽ ഇവരെ കൊണ്ടുവരാനായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ വെടിവെച്ചിട്ടത്. കാരണം ഇവരെ കിട്ടണ്ടേ? അവിടെ മുഴുവൻ മാളങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എലി കയറുന്നവരെ ഈ മാളത്തിൽ നിന്ന് ആ മാളത്തിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഭക്ഷണവും വെള്ളവും എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് പറയുന്നതിന് മുമ്പ് പിടിച്ചുകൊണ്ടിരാൻ പറ്റുന്നത്? അതും ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വനപ്രദേശം, മലനിരകൾ, അതിൽ ടണലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിലൂടെയൊക്കെ പോകുന്ന ഒരു അവരുടെ കയ്യിൽ ചൈനയുടെ ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനം, അവരവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളവുമായിട്ട് വരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വിധത്തിലുള്ള നെറ്റ്വർക്ക് ഉള്ളവരെ നമ്മൾ ഇവിടെ പോലീസുകാർക്ക് പറ്റുന്നില്ല കള്ളനെ ഉടനെ പിടിക്കാൻ. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊച്ചിയിലോ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ
അയാളെ പിടിക്കാൻ എത്ര ദിവസം നമ്മൾ എടുക്കുന്നു, നമ്മുടെ പോലീസ് എടുക്കുന്നു. ആ സാവകാശം പോലും നമ്മുടെ പട്ടാളത്തിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാജ്യദ്രോഹമല്ലേ, രാജ്യദ്രോഹം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അവസാനം ഇവിടെ ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടത്, നമ്മൾ ഈ പഹൽഗാം ആക്രമണം എല്ലാം തന്നെ വന്നപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കേരളത്തിനടക്കം പൊതുവികാരം ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു, ഇന്ത്യയാണ് വലുതെന്നുള്ള രീതിയിൽ. നമ്മൾ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തീവ്രത കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം അവിടെ വരുമെന്ന്. അത് പറഞ്ഞതുപോലെ തന്നെ വന്നിട്ടുമുണ്ട്. രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവിടെ മോദി സർക്കാരിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഖിൽ മാരാർ അടക്കം ഇത്തരത്തിലൊരു വിഷയം ഉന്നയിക്കുമ്പോൾ, കേരളത്തിനും അത് വിഷയമാകുമ്പോൾ, നമ്മുടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടങ്ങിയിരുന്ന ഇപ്പം ആയുധം കിട്ടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മികൾക്ക് വരെ ഒന്നും പറയാൻ പറ്റാതെ അടങ്ങിയിരുന്നവർ പോലും ഇപ്പോൾ ചാടി എണീറ്റിരിക്കുകയാണ്. സർക്കാരിനെതിരെ വീണ്ടും പ്രസ്താവനകൾ കൊണ്ടുവന്ന് അഖിൽ മാരാറിനെ ന്യായീകരിക്കുമ്പോൾ തന്നെ ഒരു വശത്ത് നമ്മൾ നോക്കുക, രാജ്യത്തിനെതിരെ കൂടെ നമ്മൾ പറയുകയല്ലേ എന്നൊരു തോന്നൽ കൂടി വരികയാണ്. കേവലം രാഷ്ട്രീയം ലക്ഷ്യമിട്ടിങ്ങനെ മുന്നേറുമ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൂടി മുന്നേറുമ്പോൾ നമ്മുടെ സുരക്ഷയൊക്കെ തന്നെ അത് ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയില്ല. അത് തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇസ്രായേൽ ഹമാസ് വാർ, ആ വാറിൽ അവരുടെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം എത്ര പേരെ വധിച്ചു. ഇന്ത്യ ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് എന്താണ്? നമ്മുടെ 26 പേരെ, അതിൽ അധികവും സ്ത്രീകളെ കുട്ടികളെയൊക്കെ കണ്ണീരണിയിച്ചുകൊണ്ട് അവരുടെ പുരുഷന്മാരെയൊക്കെ മതം പറഞ്ഞ് വെടിവെച്ച് കൊന്നിട്ടും നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരൊറ്റ പാകിസ്ഥാൻ സിവിലിയനെ പോലും നമുക്ക് നോവിക്കരുത്. അതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാകിസ്ഥാൻ സിവിലിയനെ പോലും നോവിക്കരുത്. പാകിസ്ഥാൻ മിലിറ്ററിയെ പോലും ആദ്യം ആക്രമിക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ആക്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ 10-14 ദിവസം കാത്തിരുന്ന് ആ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ആർട്ട് ഓഫ് വാർ എന്ന് പറയാം. ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കലയാണ്. ലോകം മുഴുവൻ ഞെട്ടിപ്പോയി. 3 ദിവസം കൊണ്ട് ഒരു വാർ എങ്ങനെ നടത്താൻ പറ്റുമെന്നാണ്. ഒരു രാജ്യത്തെ 12ാമത്തെ വലിയ ശക്തിയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ നമ്മൾ നിഷ്പ്രഭമാക്കി. ആ നിഷ്പ്രഭമാക്കിയ നരേന്ദ്രമോദിക്ക് നമ്മൾ പറയേണ്ടത് താങ്കളുടെ ഈ പ്രവൃത്തി തുടർന്നോളൂ എന്ന് വേണോ, അതോ അവിടെ നടന്നതിൻ്റെ മുഴുവൻ ഇപ്പോൾ വന്ന് എന്നോട് പറയണമെന്ന് പറയണോ? ഏതാണ് വേണ്ടത്? ഇവിടുത്തെ പ്രതിപക്ഷം ആലോചിക്കണ്ടേ? ഞാൻ അതുകൊണ്ടാണ് ശശി തരൂരിനെ കറക്റ്റായിട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്ത് നിന്നിട്ട് ഈ ഗവൺമെൻറ്റിനെ ഇപ്പോൾ പിന്തുണയ്ക്കാം, ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനതയും അത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്ത് കിടന്ന് കളിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഛിന്ന ഭിന്നമാക്കിയിട്ട് കിടന്ന് കളിക്കുന്ന പരിപാടി പ്രതിപക്ഷത്തിന് ഭൂഷണമല്ല. പ്രതിപക്ഷം കുറേ നാളുകളായി എടുത്തുകൊണ്ടിരിക്കുന്ന ലൈൻ ഇങ്ങനത്തതാണെന്നുള്ളതാണ് ഇത് പറയും നിങ്ങൾ സംഖ്യയാണോന്ന്. എന്നെ സംഖ്യ ആക്കിയാലും കുഴപ്പമില്ല, കാരണം ഞാൻ അഭിമാനമുള്ള ഒരു ഭാരതീയൻ മാത്രമാണ്. ഞാൻ ഒരിക്കലും സംഖ്യയാവില്ല, സംഖ്യയല്ല. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയല്ല. ഞാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകനായിരുന്ന ആളാണ്. എനിക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഈ രാജ്യത്ത് 23 കോടിയോളം മുസ്ലിം 20 എന്ന് പറയുന്നെങ്കിലും നമ്മുടെ പുതിയ സെൻസ് വരുമ്പോൾ ഒരു 23-24 കോടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയുമുള്ള മുസ്ലിങ്ങളെ ഇവിടുന്ന് ഓടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ UAE കണ്ടുപിടിക്കുക. UAEയിൽ എങ്ങനെയാണ്? UAEയിൽ ഞാൻ പോയാൽ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോവാം, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോവാം. അവിടെ ഉണ്ട്, UAEയിലുണ്ട്. പോയി തൊഴുത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വരാം. പക്ഷേ എനിക്ക് റോഡിലിറങ്ങി ജയ് ശ്രീറാം വിളിക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെ അവിടുത്തെ മുസൽമാനും അവിടുത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, എല്ലാം ചെയ്യാം. അവിടെ റോഡുകളെ കലീമ ചൊല്ലിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അവിടെ ജിഹാദി മുദ്രാവാക്യം വിളിക്കാൻ സമ്മതിക്കില്ല, അപ്പം പിടിച്ചകത്താക്കും. ആ സംവിധാനം ഇന്ത്യയിലും വേണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പൊക്കോട്ടെ, പക്ഷേ അത് റോഡിലിറങ്ങി ചെയ്യരുത്, രാജ്യത്തിനെതിരായിട്ട് ചെയ്യരുത്. അത് ചെയ്താൽ UAEയിൽ ചെയ്യുന്ന പോലത്തെ നടപടി നമ്മൾ സ്വീകരിക്കണം. UAEയിൽ ഇപ്പോൾ ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറയുമെങ്കിൽ എനിക്ക് തോന്നുന്നത് ജനാധിപത്യം ഏറ്റവും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ സുരക്ഷിതനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഒരാൾ കൊല്ലുമെന്നൊരു ഭയമേ എനിക്കില്ല. എത്ര 12 മണിക്ക് ഏത് പാതിരാത്രിക്കും നോട്ട് കെട്ട് തലയെ വെച്ചുകൊണ്ട് പോയാൽ പോലും ആരും കൊല്ലുമെന്നുള്ള പേടിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ ഈ സുരക്ഷിതത്വം നമുക്കിവിടെ ഉണ്ടാക്കണ്ടേ? പിന്നെ ഏത് സുരക്ഷിതത്വത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്? ഇത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. എൻ്റെയും നിങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. രാജ്യം അപകടത്തിൽ തന്നെയാണ്. ഈ രാജ്യത്തിനെതിരെ ഒരുപാട് ശക്തികൾ പലയിടത്തായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ലോകത്തെ ഒരു പവറാകാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ലോകത്ത് പവറാകാൻ ആര് ശ്രമിച്ചാലും, ഇനി പാകിസ്ഥാൻ ശ്രമിച്ചാലും ഇത് തന്നെയാണ് സംഭവിക്കുക. പാകിസ്ഥാൻ
ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ലോകത്തെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ പവറാകാൻ പോകുന്നെങ്കിൽ ഈ ചൈനയൊക്കെ അപ്പം പിടിയും. ചൈന ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയൊക്കെ മാറും. പാകിസ്ഥാനെ അടിച്ചിടാനായിട്ടുള്ള വേല ഇന്ത്യയുമായിട്ട് ചേർന്ന് വേണമെങ്കിലും ചെയ്യൂര്. ഇത് ലോക പവറാകാൻ, ലോകത്തെ സാമ്പത്തിക ശക്തിയാകാൻ, ലോകത്തെ യുദ്ധശക്തിയാകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു അപാകത, ഒരു പ്രശ്നമാണിത്. നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മുടെ അകത്ത് ഐക്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. നമ്മുടെ അകത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം. കാരണം നമ്മുടെ ഉയർച്ചയ്ക്കാണ് ഇവരെല്ലാം എതിരായിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പഹൽഗാം ആക്രമണം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ അവിടെ സുരക്ഷാ വീഴ്ച വരുത്തിയത് അദ്ദേഹമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് അതിൻ്റെ തലേ മാസം വരെ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അവിടെ പോയി സെക്യൂരിറ്റി വിശകലനം, അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു സെക്യൂരിറ്റി ഓഫീസർക്ക്, ഒരു മന്ത്രിക്ക്, ഒരു ആഭ്യന്തര മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പഹൽഗാം സംഭവം നടക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ അവിടെ പോയി വിപുലമായ മീറ്റിംഗ് വിളിച്ച് സുരക്ഷാ കാര്യങ്ങളും എല്ലാം വിലയിരുത്തിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ചെയ്യേണ്ടത് പോലീസ് കോൺസ്റ്റബിൾ ചെയ്യണം, ഒരു കമ്മീഷണർ ചെയ്യേണ്ടത് കമ്മീഷണർ ചെയ്യണം, ലോക്കൽ മന്ത്രി ചെയ്യേണ്ടത് മന്ത്രി ചെയ്യണം. ഇത് ചെയ്യാതെ ഇത് പണ്ടും ഇങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി ഉണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ തലയിലാണില്ല, വാജ്പേയി വന്നാൽ വാജ്പേയിയുടെ തല, ബാക്കി ആർക്കും ഉത്തരവാദിത്തമില്ല, ബാക്കി എല്ലാവരും ബ്ലെയിം ഗെയിം. മോദി വന്നു, ഇനിയിപ്പോൾ നാളെ രാഹുൽ ഗാന്ധി വന്നാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഈ ഗെയിം മാറണ്ടേ? നാളെ രാഹുൽ ഗാന്ധിയാണ് നിന്നെ എല്ലാവരും രാഹുൽ ഗാന്ധി ആണ് നിൻ്റെ കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അവരുമായി സഹകരിക്കുക. നമുക്ക് ചോദ്യം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ചോദ്യം ചെയ്യണം. അല്ലാതെ ചോദ്യം ചെയ്യുമ്പോൾ അത് രാജ്യദ്രോഹം തന്നെയായി മാറും. അതിൻ്റെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷനോ അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതയിൽ എഴുതിയിരിക്കുന്ന ഡെഫിനിഷനോ അല്ല നമ്മളപ്പോൾ വായിക്കേണ്ടത്. അതിനേക്കാൾ വലിയ അർത്ഥങ്ങളുള്ള ഡെഫിനിഷനുകൾ നമ്മൾ കണ്ടെത്താൻ പറ്റണം. എങ്കിലേ നമ്മൾ രാജ്യസ്നേഹമുള്ളവനും എതിർക്കുന്ന, നമ്മളെ ഒറ്റിക്കൊടുക്കുന്നവർ രാജ്യദ്രോഹിയുമൊക്കെ ആയി മാറുകയുള്ളൂ. അങ്ങയുടെ വാക്കുകൾ വ്യക്തമാണ്. ആദ്യം രാജ്യം തന്നെയാണ് നമുക്കെപ്പോഴും ആദ്യം വരികയുള്ളൂ. അതിനുശേഷമേ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും വരികയുള്ളൂ. നമസ്കാരം.